പ്രിയപ്പെട്ട കുട്ടികളെ, SLC ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബ രൂപീകരണം, പിന്നെ വ്യത്യസ്ത തരം മിററുകൾ, പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, അവയുണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ, ഇതെല്ലാമായിരുന്നല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പരീക്ഷ നമുക്ക് നോക്കാം. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുന്ന രീതി. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ട സാമഗ്രികൾ, നമുക്കിവിടെ ഒരു കോൺകേവ് മിററുണ്ട്, പിന്നെ ഒരു സ്ക്രീൻ, ഒരു വൈറ്റ് സ്ക്രീനുണ്ട്, പിന്നെ ഒരു സ്ലിറ്റ്, ഇതിനുള്ളിൽ ലൈറ്റ് ഉണ്ട്, ഒരു സ്ലിറ്റ് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് അഥവാ വസ്തു എന്ന് പറയുന്നത്. ഈ ലൈറ്റിൻ്റെ ഉറവിലാണ്, ലൈറ്റ് സോഴ്സ് തന്നെയാണ് നമ്മുടെ വസ്തു. ഇനി നമ്മൾ സ്വിച്ച് ചെയ്യാൻ ഓണാക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ മിറർ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റിനെ കറക്റ്റ് ഈ സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യാം. ആ സ്ലിറ്റ് കാണുന്ന രീതിയിൽ നമ്മളിത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വസ്തുവിൽ നിന്ന്, അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് ലെൻസിലേക്കുള്ള, മിററിലേക്കുള്ള ദൂരമാണ് 38.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യു എന്ന് പറയുന്ന അളവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിററിൽ നിന്ന് വസ്തുവിലേക്കുള്ള, ആ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന് പറയുക. അത് 38.5 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി മിററിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം, മിററിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം നമുക്ക് 32 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ വി എന്ന് പറയാം. ഈ യുവിൻ്റെ 38യും വി എന്ന് പറയുന്ന 32ഉം, ഇത് രണ്ടും വെച്ച് നമ്മൾ യു വി ബൈ യു പ്ലസ് വി കാണുന്നു. ഇനി അതേപോലെ കുറച്ച് ഈ മിററിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇമേജ് ഇവിടെ ബ്ലറായിട്ടുണ്ട്, ക്ലിയർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇമേജ് കൃത്യമാക്കി കൊണ്ടുവരിക. ഇവിടെയും നമ്മൾ യുവും വിയും അളക്കുക. എന്നിട്ട് യു വി ബൈ യു പ്ലസ് വി കാണുക. അത് കഴിഞ്ഞ ശേഷം മിറർ മറ്റൊരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സ്ലിറ്റ് കാണുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഇവിടെ നമ്മൾ സ്ലിറ്റ് കാണുന്ന രീതിയിൽ മിററിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇമേജ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ യുവും വിയും കണക്ക് കൂട്ടുക. എന്നിട്ട് യു വി ബൈ യു പ്ലസ് വി കണ്ടാൽ നമുക്ക് ഈ 3 വാല്യൂൻ്റെയും ആവറേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരമായിരിക്കും. അപ്പോൾ ഇനി ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസ് ദൂരം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന രീതി ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു കോൺകേവ് മിറർ, ഈ കോൺകേവ് മിററിൻ്റെ മുമ്പിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്യാൻഡിൽ വയ്ക്കുകയാണ്. ഇതിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്. ഇത് ഒബ്ജക്റ്റ്. ഇതിൻ്റെ പ്രകാശം ഈ മിറർ തട്ടി അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട്, പ്രതിപതിച്ചിട്ട് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാം. ഇതിൻ്റെ പ്രകാശം നമ്മളിവിടെ ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഒബ്ജക്റ്റ്, ഇവിടെയാണ് നമുക്ക് ഇമേജ് ഉണ്ടാവുക, പ്രതിബിംബം ഉണ്ടാവുക. അതിനെ നമ്മൾ ഐ എന്നും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ നേരെ ദർപ്പണത്തെ തട്ടി പ്രതിപതിച്ചതിൻ്റെ ശേഷം അത് ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടും. അപ്പോൾ ഓയിൽ നിന്ന് വരുന്ന പ്രകാശം ദർപ്പണത്തെ തട്ടി പ്രതിപതിച്ച് നമുക്കിവിടെ സ്ക്രീനിൽ ഒരു ഇമേജ് ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം, ഇത് പി എന്ന് പറയുന്ന ബിന്ദുവാണ്. എന്ന് വെച്ചാൽ ഈ ദർപ്പണത്തിൻ്റെ പോളാണ്. ഈ കണ്ണാടിയുടെ അല്ലെങ്കിൽ മിററിൻ്റെ പോളിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. പിയിൽ നിന്ന് ഓയിലേക്കുള്ള അകലം, പിയിൽ നിന്ന് ഓയിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം നമ്മൾ യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമാണ് യു. അതേപോലെ പോളിൽ നിന്ന് ഇമേജിലേക്ക്, പോളിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലത്തെ നമുക്ക് വി എന്നും വിളിക്കാം. പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തെ
യു എന്നും, അതായത് പി ഒ, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് യു. പോളിൽ നിന്ന് ഇമേജിലേക്ക് പി ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ വി. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് വി എന്നും വിളിക്കാം. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റുന്നതനുസരിച്ച് ഇമേജിൻ്റെയും പൊസിഷൻ മാറും. അപ്പോൾ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇമേജിൻ്റെയും സ്ഥാനം മാറിയിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ആദ്യം നമ്മൾ ഒന്നാമത്തെ പരിപാടിയായിട്ട്, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം യു എത്രയാണെന്ന് നോക്കുക. അത് നമ്മളവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക, യു എത്രയാണെന്നുള്ളത്. ആ സമയത്ത് വി നമ്മളിവിടെ കണക്കാക്കി വയ്ക്കുക. രണ്ടാമതും ഇതേ പരീക്ഷണം, ആ പൊസിഷൻ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷം അതിൻ്റെ യു എഴുതുക, അപ്പോൾ ഉള്ള വി എഴുതുക. മൂന്നാമതും നമ്മൾ ഈ പൊസിഷൻ മാറ്റിയ ശേഷം അതിൻ്റെ യു എത്രയാണെന്നുള്ളത് എഴുതിയെടുക്കുക, എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്, വി എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് എഴുതുക. ഈ മൂന്ന് സന്ദർഭത്തിലും അതിൻ്റെ യു വി ബൈ യു പ്ലസ് വി കണ്ടുപിടിക്കുക. രണ്ടാമത്തേലും നമ്മൾ യു വി ബൈ യു പ്ലസ് വി നോക്കുന്നുണ്ട്. മൂന്നാമത്തേലും യു വി ബൈ യു പ്ലസ് വി കണ്ടുപിടിക്കുക. ഈ മൂന്ന് വാല്യൂവിൻ്റെയും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ മൂന്ന് വാല്യൂവിൻ്റെയും ആവറേജ് കണ്ടാൽ അതായിരിക്കും ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം. അപ്പോൾ ഫോക്കസ് ദൂരം കാണാനുള്ള ഫോർമുലയാണ് എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. ഇത് നമ്മൾ 8ൽ പഠിച്ചതാണ്. എഫ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, യു എന്ന് പറയുന്നത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക്, മിററിൽ നിന്ന് ആ വസ്തുവിലേക്കുള്ള ദൂരത്തെയാണ് യു എന്ന് പറയാം. വി എന്ന് പറയുന്നത് മിററിൽ നിന്ന് ഇമേജിലേക്ക്, മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്തെ വി എന്നും പറയും. അപ്പോൾ യു വി ബൈ യു പ്ലസ് വി വെച്ചിട്ട് നമുക്കതിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഫോർമുല നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 1/f സമം 1/u പ്ലസ് 1/v എന്ന് കിട്ടും. 1/f സമം 1/u പ്ലസ് 1/v. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ ദർപ്പണ സമവാക്യം എന്ന് പറയാം. അപ്പോൾ മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/f സമം 1/u പ്ലസ് 1/v. ഇതിൽ ഓരോ പദങ്ങളും അല്ലെങ്കിൽ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്കൊന്നും കൂടി നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്, യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞാൽ മിററിൽ നിന്ന് ഇമേജിലേക്ക്, മിററിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വി എന്നും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോക്കൽ ലെങ്ത് കാണാൻ ഒരു ഫോർമുല, സമവാക്യം നമ്മൾ കണ്ടുപിടിച്ചു. എഫ് ഈക്വൽ യു വി ബൈ യു പ്ലസ് വി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ആണ് കാണേണ്ടതെങ്കിൽ, അതായത് മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ആണ് കാണണമെങ്കിൽ നമ്മുടെ ഫോർമുല യു എഫ് ബൈ യു മൈനസ് എഫ് ആണ്. അതേപോലെ യു ആണ് കാണണമെങ്കിൽ നമ്മുടെ ഫോർമുല വി എഫ് ബൈ വി മൈനസ് എഫ്. ഈ മൂന്ന് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എഫ് കാണണമെങ്കിൽ യു വി ബൈ യു പ്ലസ് വി, വി കാണണമെങ്കിൽ യു എഫ് ബൈ യു മൈനസ് എഫ്, യു കാണണമെങ്കിൽ വി എഫ് ബൈ വി മൈനസ് എഫ്. ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കാണുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ഇമേജിൻ്റെ സൈസ്, അതിൻ്റെ നേച്ചറൊക്കെ. അതായത് ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരത്തിൻ്റെ കാണുന്നതിൻ്റെ അതേ പ്രാധാന്യമുണ്ട് അതിൻ്റെ ഇമേജിൻ്റെ, അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ വലുപ്പത്തിനും അതിൻ്റെ സ്വഭാവത്തെയും പറ്റി പഠിക്കുന്നത്. ഇതിന് സഹായമായ ഒരു രീതിയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്ന് നോക്കാം. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിററിൻ്റെ പോൾ, അപ്പോൾ ഒരു മിററിൻ്റെ ഈ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മളതിൻ്റെ പോൾ എന്ന് പറയാം. മിററിൻ്റെ പോൾ നമ്മൾ ഒരു ഗ്രാഫിൻ്റെ മൂലബിന്ദുവായിട്ട്, അതിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ ഒരു മിറർ, ഈ മിററിൻ്റെ പോൾ എന്ന് പറയുന്ന ഈ പോയിന്റ്, മിററിൻ്റെ മധ്യബിന്ദുവാണ് പോൾ എന്ന് പറയുന്നത്.
ഈ പോൾ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ ഒറിജിൻ ആവുന്ന രീതിയിൽ നമ്മൾ ഒരു ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. ഇത് y ആക്സിസ്, അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു x ആക്സിസ്, അതായത് ഈ മിററിൻ്റെ പോൾ ഇപ്പം നമ്മുടെ ഗ്രാഫിൻ്റെ ഒറിജിൻ ആണ്. ഈ രീതിയിൽ നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം, ഈ മിററിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഇങ്ങനെ വന്ന് മിററിൽ തട്ടി അത് ഫോക്കസിലൂടെ ഇങ്ങനെ പോവും. ഫോക്കസിലൂടെ അത് പ്രതിപതിച്ചിട്ടുണ്ടാവും. അതേപോലെ മറ്റൊരു പ്രകാശരശ്മി നമ്മൾ നേരെ പോളിലേക്ക് വരയ്ക്കുകയാണ്. അത് അതേ കോണളവിൽ അത് അവിടുന്ന് പ്രതിപതിച്ച് ഇങ്ങോട്ട് പോകും. ഈ 2 പോയിന്റ് കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക, പ്രതിബിംബം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫോക്കസ് നമ്മൾ പഠിച്ചാണ് തെറ്റിൽ ഈ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മൾ പറയുന്നതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ അളവുകൾ നമുക്കറിയാം. ഇതാണ് പതനരശ്മി, ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത്. പതനരശ്മിയുടെ ഡയറക്ഷനിൽ വരുന്ന എല്ലാ അളവുകളും, അപ്പോൾ ഈ ചിത്രം സംബന്ധിച്ചിടത്തോളം ഇടത്തുനിന്ന് വലത്തോട്ട് വരുന്ന അളവുകളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കരുതുക. ഇനി അവിടെ നിന്നിട്ട് വലത്തുനിന്ന് ഇടത്തോട്ട് വരുന്ന എല്ലാ അളവുകളും എന്ന് വെച്ചാൽ പതനരശ്മിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് വരുന്നതൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടും കരുതുക. അപ്പോൾ പതനരശ്മിയുടെ ഡയറക്ഷനിൽ വരുന്ന അളവുകളൊക്കെ പോസിറ്റീവും, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന എല്ലാ അളവുകളും നമ്മൾ നെഗറ്റീവായിട്ടും കരുതും. ഇനി ഈ മിററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ അളവും നമ്മൾ തുടങ്ങേണ്ടത് പോളിൽ നിന്നാണ്. എല്ലാ അളവുകളും എടുക്കേണ്ടത് പോളിൽ നിന്നാണ്. അപ്പം പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് നമ്മൾ യു എന്ന് പറയുന്നത്. ഈ യു എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് അളന്നത്, പതനരശ്മിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അളന്നത്. അപ്പം ഇവിടെ യു നെഗറ്റീവ് ആവും. നന്നായിട്ട് ശ്രദ്ധിക്കുക, പോളിൽ നിന്നാണ് എല്ലാ അളവുകളും എടുക്കേണ്ടത്. അപ്പം പോളിൽ നിന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇടത്തോട്ട്, അതെന്ന് വെച്ചാൽ പതനരശ്മിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് അളക്കുന്നത്. അതുകൊണ്ടത് നെഗറ്റീവ് അളവായിരിക്കും. ഇനി പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്മളെ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ദൂരം നമുക്കറിയാം. അതും പോളിൽ നിന്ന് ഇടത്തോട്ട്, പതനരശ്മിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. പോളിൽ നിന്ന് ഇടത്തോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വിയും നെഗറ്റീവാകും. ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ കാര്യം നോക്കുക. ഫോക്കൽ ലെങ്ത്തും നമ്മൾ അളക്കുന്നത് പോളിൽ നിന്നാണ് അളക്കുക, പോളിൽ നിന്ന് എഫിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്തും നെഗറ്റീവാകും. ഒരിക്കൽ കൂടെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം അല്ലെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം നമുക്കറിയാം, പതനരശ്മിയുടെ ഡയറക്ഷനിൽ വരുന്നതൊക്കെ പോസിറ്റീവ് അളവാണ്, അതിനെതിരെ അളക്കുന്ന മുഴുവൻ നെഗറ്റീവാണ്. എന്നാൽ നമ്മുടെ എല്ലാ അളവുകളും തുടങ്ങേണ്ടത് പോളിൽ നിന്നാണ്. അപ്പോൾ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് എന്ന് വെച്ചാൽ പതനരശ്മിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് വലത്തുനിന്ന് ഇടത്തോട്ടാണ്, അതുകൊണ്ട് നെഗറ്റീവാണ്. ഇനി പോളിൽ നിന്ന് ഇമേജിലേക്ക് വരുന്നതും അതും അവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തുനിന്ന് ഇടത്തോട്ടാണ് അളക്കുന്നത്, അതുകൊണ്ട് വിയും നമുക്ക് നെഗറ്റീവാണ്. ഫോക്കൽ ലെങ്ത്തും നമ്മുടെ പതനരശ്മിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അളക്കുന്നത്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത്തും നെഗറ്റീവാണ്. ഇനി എക്സ് അക്ഷത്തിൻ്റെ മുകളിലേക്കുള്ള അളവ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള അളവ്, അത് പോസിറ്റീവായിട്ട് കരുതാം. എക്സ് അക്ഷത്തിൻ്റെ താഴോട്ടുള്ള അളവ് നമ്മൾ നെഗറ്റീവായിട്ടും കരുതുക. എക്സ് അക്ഷത്തിൻ്റെ മുകളിലേക്കുള്ള അളവിനെ പോസിറ്റീവായിട്ടും എക്സ് അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായിട്ടും കരുതുക. എന്ന് വെച്ചാൽ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവാണ്, എന്നാൽ ഇമേജിൻ്റെ ഹൈറ്റ് നെഗറ്റീവാണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവാണ്, കാരണം അത് എക്സ് അക്ഷത്തിൻ്റെ മുകളിലേക്കാണ്. ഇമേജിൻ്റെ ഹൈറ്റ് നെഗറ്റീവായിട്ട് എടുക്കണം, അത് എക്സ് അക്ഷത്തിൻ്റെ താഴോട്ടാണ്.
അപ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം നമ്മൾ അളക്കേണ്ട രീതികൾ അല്ലെങ്കിൽ മെത്തേഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. മിററിൻ്റെ പോൾ ഒറിജിനായിട്ട് ഒരു ഗ്രാഫിൻ്റെ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുക നമ്മൾ കരുതുക. ഇനി എല്ലാ അളവുകളും തുടങ്ങേണ്ടത് പോളിൽ നിന്നാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ അളവും സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോളിൽ നിന്നാണ്. പോളിൽ നിന്ന് പതനരശ്മിക്കെതിരെയുള്ള എല്ലാ അളവുകളും നെഗറ്റീവാവും. പതനരശ്മിയുടെ ഡയറക്ഷന് എതിരെയുള്ള എല്ലാ അളവുകളും നെഗറ്റീവാവും. അതുകൊണ്ട് യു പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം യു നെഗറ്റീവാണ്. പോളിൽ നിന്ന് ഇമേജിലേക്ക് പ്രതിബിംബത്തിലേക്ക് ഉള്ള അകലം വി നെഗറ്റീവാണ്. പോളിൽ നിന്ന് എഫിലേക്കുള്ള അകലം അതും നെഗറ്റീവാണ്. നമുക്ക് ഈ ചിത്രത്തിലെ ഓരോ അളവുകളും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ചിട്ട് ആ സൈൻ കൺവെൻഷൻ പ്രകാരം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ യു എന്താണെന്ന് നോക്കാം. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതുകൂടെ തന്നിട്ടുണ്ട്, 60 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പതന കിരണത്തിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ ഇടത്തോട്ടാണ് അളക്കുന്നത്. അതുകൊണ്ടത് നെഗറ്റീവ് അളവാണ്. ഇനി വി പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ ഇടത്തോട്ടാണ് അളക്കുന്നത്. അതുകൊണ്ട് ഈ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് വി എന്ന് പറഞ്ഞാൽ -20 ആണ്. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഉയരം അത് നമുക്കറിയാം എക്സ് അക്ഷത്തിന് മുകളിലേക്കാണ്. അതുകൊണ്ട് 12 cm എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് HO നമ്മൾ എഴുതും. ഒബ്ജക്റ്റിൻ്റെ ഉയരം, വസ്തുവിൻ്റെ ഉയരം എന്നുള്ളത് HO ആണ്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അത് നമുക്ക് പോസിറ്റീവ് ആണ്. അപ്പോൾ +12 ആണ്. ഇനി ഹൈറ്റ് ഓഫ് ഇമേജ് HI, പ്രതിബിംബത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് അത് എക്സ് അക്ഷത്തിൻ്റെ താഴോട്ടാണ്. അപ്പോൾ ഈ 4 സെൻറ്റിമീറ്റർ എന്നുള്ളത് -4 സെൻറ്റിമീറ്റർ എന്നെടുക്കണം. അപ്പോൾ ഇതിൽ ഓരോ അളവും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. താങ്ക് യു.